ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. ടിക്ടോക്കിലെ മലയാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ട്. ടിക്ടോക്കിലെ തർക്കത്തെ തുടർന്നാണ് ഇന്നലെ നമ്മുടെ UAE ഗവൺമെന്റ് ഒരു പുതിയ റൂൾ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും ഇപ്പൊ സമാധാനമായിട്ടുണ്ടോ? ഇനിയും ഇന്ത്യ എന്നുള്ള ആർക്കും UAEയിലേക്ക് വരുമ്പോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് വെച്ചാൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലെ. കാരണം അതില്ലാതെ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ പറഞ്ഞവരായാലും ഇവിടെ വിസ അടിച്ച് ജോബിന് പറഞ്ഞവരായാലും ആർക്കായാലും വിസ കിട്ടില്ല. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നേരെ അക്ഷയയിൽ പോയിട്ട് അത് എടുത്തതിന് ശേഷം മാത്രം ഇവിടെ വരാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിസിറ്റിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയാണോ കാലാവധി ചെയ്യണത് നാട്ടിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ നാട്ടിലൊരു അതിഥിയാണ്, അല്ലാതെ ഇത് നമ്മുടെ സ്വന്തം നാടോ കാര്യങ്ങളോ ഒന്നും അല്ല. UAE നമ്മൾ നാട്ടിൽ കാണിക്കണ കത്തിക്കുത്ത് വെട്ടിക്കുത്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെ കച്ചറ അത് ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു റൂൾ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ഇനി എന്താണോ നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ വിസയും എല്ലാം ക്യാൻസൽ ആവാന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരാവശ്യമില്ലാതെ ടിക്ടോക്കിൽ അതും 2 കൂട്ടുകാർ ഷാർജയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി കുത്തിക്കൊന്ന് പ്രശ്നമായി. ഇതാണ് ഞാൻ പറയണത്. നമ്മൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ആ രാജ്യത്ത് എങ്ങനെയാണോ അവരുടെ റൂള് കാര്യങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ത്യയിൽ പോയി നമ്മൾ ഇന്ത്യയിൽ വലിയ ആളാണ്, നമ്മൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പവർ ഈ നാട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തം പെരുവഴിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോകം ഇനിയും ജീവിതകാലത്ത് മരണം വരെ നമുക്ക് UAE കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടുന്ന് ഡീപ്പോർട്ട് അടിച്ച് പോകേണ്ട അവസ്ഥ വരും. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ നാട്ടിൽ കാണിക്കണ കൊണ ഇവിടെ കാണിക്കാൻ നിൽക്കരുത്. നമ്മുടെ നാട് വേറെ, ഈ നാട് വേറെ. ഇവിടെ ഓരോന്നിനും ഓരോ റൂളുണ്ട്. നമ്മുടെ നാട്ടിൽ പോലീസുകാരെ തല്ലണ്, അതല്ലെങ്കിൽ പാർട്ടിക്കാരെ കളിയാക്കണു, ഓരോരുത്തരോ ഓരോന്ന് പറഞ്ഞ് വെട്ടിക്കുത്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ല്, ഗുണ്ടകൾ തമ്മിലുള്ള വെട്ടിക്കൂട്ടല് നമ്മുടെ നാട്ടിലിത് സ്വാഭാവികമായി. അതേ പരിപാടി തന്നെ നമ്മൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ജയിലിൽ കിടക്കണം, അതല്ലെങ്കിൽ നല്ലൊരു ഫൈൻ കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലത്ത് UAEയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഡീപ്പോർട്ടേഷൻ വാങ്ങണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു 32 കോടി രൂപ കൊടുത്ത് ഒരു മലയാളീനെ നാട്ടിലേക്ക് ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ആളുടെ കയ്യബത്തോ അല്ലെങ്കിൽ ആൾ അറിഞ്ഞുകൊണ്ടോ ചെയ്യാത്ത ഒരു കൊലപാതകം അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തി 20 വർഷം ജയിലിൽ കിടന്നിട്ട് എല്ലാവരും കൂടി പിരിച്ച ഒരു 32 കോടി രൂപ കൊടുത്തിട്ടാണ് ആളെ ജയിലിൽ നിന്ന് വിട്ടയച്ചത്. ഇനി ആൾക്ക് ജീവിതകാലത്ത് ആ ഒരു കൺട്രിയിലേക്ക് പോവാൻ പറ്റില്ല. ആൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആള് അറിയാതെ ചെയ്തതാ. സോ അത് മാപ്പ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു കേസായിട്ടും കൂടി ആ 20 വർഷം ജയിലിലും കടന്നു, നല്ലൊരു എമൗണ്ട് ഫൈനും കൊടുക്കേണ്ടി വന്നിട്ട് ലാസ്റ്റ് ഡിപ്പോർട്ടേഷൻ വാങ്ങിച്ച് എത്തി. അത് ഒരു മിറാക്കിളാ. മേ ബി എല്ലാവർക്കും കിട്ടുന്ന ഒരു ലക്കല്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മുടെ UAE ജയിലിലും എല്ലാ ജയിലിലും കിടക്കുന്നുണ്ടാവും. ആൾക്ക് കിട്ടിയത് എന്തോ ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് വേറൊരു കൺട്രിയിൽ വരുന്നത് നിങ്ങൾ ഇവിടെ കച്ചറയാവാനോ ഗുണ്ടായിസം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക, അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അതല്ലെങ്കിൽ അവരെന്നെ കളിയാക്കി ഇവരെന്നെ കളിയാക്കി എന്നും പറഞ്ഞ് തിരിച്ചു ഒപ്പത്തിനൊപ്പം പിടിക്കാനോ ചെയ്യണ്ടേ. നിങ്ങളൊരാൾ ചീത്ത പറഞ്ഞോ, നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞോ, ബട്ട് കയ്യേറ്റം രീതിയിലേക്ക് പോകരുത്. തിരിച്ച് പറഞ്ഞിട്ടും അവർ നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, CID ഓഫീസിന്, അങ്ങനെ ഒരുപാട് സെക്ഷനുകളുണ്ട്. അവിടെ പോയി നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക. അല്ലാതെ ഒരാൾ തന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് നേരെ തിന്ന് തല്ലാതെ അല്ലെങ്കിൽ കത്തിക്കുത്ത് ഇതൊന്നല്ല ശാശ്വതമായ പരിഹാരം. നിങ്ങൾ എന്തായാലും അതിൻ്റെതായ രീതിയിൽ നിയമം എന്താണോ പറയണ ആ നിയമത്തിന്റെ വഴിക്ക് നിങ്ങൾ നീങ്ങുക. അല്ലാതെ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോസ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ്. ആ ഒരു വ്യക്തിയെ നമുക്ക് രക്ഷിക്കാനായിട്ട് 32 കോടി കൊടുത്തു എന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ 32 ഒന്നല്ല, ചിലപ്പോൾ 60 അല്ലെങ്കിൽ എത്ര കോടി കൊടുത്താലും തീരാത്ത പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ അത് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വധശിക്ഷയായ തല വെട്ടിക്കളയുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ലോസും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിക്കാണ്. ആ ഒരു ബോധ്യത്തോടെ വേണം നിങ്ങൾ ഏതൊരു കൺട്രിയിലും എന്തും ചെയ്യാനായിട്ട്. ഒരാളോട് ഒരു പ്രശ്നത്തിന് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് ചിന്തിച്ചതിന് ശേഷം മാത്രം
നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെയായിരിക്കും ലോസ്.